ഫ്രണ്ട്സ്, ഇത്തിയ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് എങ്ങനെ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്പിളിൻ്റെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ സ്വന്തം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതല്ല, മാക്കിൽ നിങ്ങൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് വിത്തൗട്ട് ദി ബൂട്ട് ക്യാമ്പ് അസിസ്റ്റൻറ്റ് നിങ്ങൾ ബൂട്ട് ക്യാമ്പ് അസിസ്റ്റൻറ്റിൻ്റെ ഉപകാരമില്ലാതെ തന്നെ വിൻഡോസ് 10 ഉപയോഗിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബ്ലോഗായിട്ട് ഞാൻ ഇത്തിയ ടെക്നോളജീസ് സൈറ്റിൽ itia.net നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബ്ലോഗ് സെക്ഷനിൽ ഞാൻ ഇത്തിയ ഇൻസ്റ്റാളിങ് വിൻഡോസ് 10 ഇൻ മാക് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബ്ലോഗ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിനായി വേണ്ടത് നമ്മുടെ കയ്യിൽ വിൻഡോസ് 10ൻ്റെ ഒരു ഇമേജ് ഫയൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവ് വിൻഡോസ് 10ൻ്റെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻസ്റ്റാൾ വിൻഡോസ് ഓർ അനദർ OS ഫ്രം എ DVD, ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചൂസ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാം. വിൻഡോസ് 10 ഇമേജസ് ഫൗണ്ട്, ഓൾറെഡി വിൻഡോസ് 10 ഇമേജ് ഫൗണ്ട് എന്ന് വിൻഡോസ് 10 പ്ലഗിൻ ചെയ്തതുകൊണ്ട് സെർച്ചിങ് ഫോർ വിൻഡോസ് 10 USB ഇമേജസ്. Okay, I'm continuing. And then I will primarily use for spreadsheet, accounting, browsing, software testing, software organizing, environment. Yeah, software development. I will choose for software development and name Windows 10. Okay, that's it. The installation is straightforward, and now waiting for USB. Let's see, here it is. The Windows boot up is Windows installation is getting down from the USB. Windows 10 Pro or Home. Okay, I'm going for Windows 10, and next copying Windows files. ഈ വിൻഡോസ് 10 നിങ്ങളുടെ സിസ്റ്റത്തിൽ മാക്കിൻടോഷ് ഓയിസിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചില സമയത്ത് മാക് ഓയിസിൽ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഇല്ല എങ്കിൽ മാക് ഓയിസിൽ ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഒരു പാരലലായിട്ടിരിക്കാൻ നല്ലത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് പാരലൽ 15. ഓക്കെ, പാരലൽ ഡെസ്ക്ടോപ്പ് 15. വിൻഡോസ് 10 ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് ഡിവൈസസൊക്കെ ഡ്രൈവേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇത് അറൗണ്ട് ഒരു 70 to 20 GB ആണ് നമ്മൾ മാക് OSൽ നിന്ന് ആവശ്യം വരിക. ബൂട്ട് ക്യാമ്പ് ആകുന്ന സമയത്ത് ഡയറക്റ്റ് വിൻഡോസ് പാരലലായിട്ട്, അതായത് മാക് OSൽ നിന്നുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന്
വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഇപ്പോൾ മാക്കിലാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. മാക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ മാക്ക് പാരലായിട്ട്, അതായത് സൈമൾട്ടേനിയസ്ലി മാക്കിൽ നിങ്ങൾക്ക് വിൻഡോസും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2-3 മോഡുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടതായി ഒന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഫുൾ കൺട്രോൾ മോഡും, അതേപോലെ ഇനി നമുക്ക് വേണമെങ്കിൽ സൈഡ് ബൈ സൈഡായിട്ട് കൊഹറൻസ് എന്നുള്ള ഒരു മോഡലും എടുക്കാം. അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ പോയിട്ട് കൊഹറൻസ് എന്നുള്ള എൻ്റർ കൊഹറൻസ് എന്ന ഇത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ വിൻഡോസ് അല്ലാതെ ഡയറക്റ്റായിട്ട് വിൻഡോസിൻ്റെ പ്രോഗ്രാംസ് മാക്കിൻ്റെ അകത്ത് കറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെയധികം ഒരു നല്ലൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് നൽകുക. എന്തുകൊണ്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് പാരലൽസ് ഡെസ്ക്ടോപ്പ്. ഇത് ബൂട്ട് ക്യാമ്പ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്നാൽ ബൂട്ട് ക്യാമ്പ് വളരെ ഈസി ആയിട്ട് വിൻഡോസ് അല്ലെങ്കിൽ അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് വിൻഡോസിൻ്റെ കോമ്പണൻസ് മാക്കിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എക്സിറ്റ് ചെയ്യണം, ഈ മോഡിൽ നിന്നും എക്സിറ്റ് ചെയ്ത് നോർമൽ മോഡിലേക്ക് വരണമെങ്കിൽ എക്സിറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാൽക്കുലേറ്റർ എടുത്തു. ഇനി നിങ്ങൾ ഡയറക്റ്റ് കൊഹറൻസ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ ആ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ആയിട്ട് മാക്കിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കൊഹറൻസിൻ്റെ സവിശേഷത. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമുക്ക് ഒരു പ്രചോദനമാണ്, പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രചോദനമായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഈ പാരലൽസ് ഡെസ്ക്ടോപ്പിലൂടെ നിങ്ങൾക്ക് വിൻഡോസ് മാക്കിൻടോഷിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.